അങ്ങനെ ഗബ്രിയും ഋഷിയും പവർ ടീമിൽ നിന്ന് ഇറങ്ങിയ ആ ഒരു വേക്കൻസിയിലേക്ക് 5 പേര് വന്നിരിക്കുകയാണ്. അവർ സ്വയം നോമിനേറ്റ് ചെയ്തുകൊണ്ട് വന്നിരിക്കുകയാണ്. ജാസ്മിൻ, സായി, നന്ദന, ജിൻഡോ, നമ്മുടെ സിജോ, ഇവർ 5 പേര് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവർക്ക് 5 പേർക്കും കൂടെ നമ്മുടെ ബിഗ് ബോസ് ഒരു ആക്ടിവിറ്റി ഏരിയ വെച്ച് ഒരു ടാസ്ക് കൊടുത്തിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു സീസൺ 4 ഉണ്ടായിരുന്ന ടാസ്ക്കാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഉള്ളവരെ 5 പേരിൽ ഉള്ളവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരാളെ അല്ലെങ്കിൽ 2 പേർക്ക് ടാർഗറ്റ് ചെയ്തുകൊണ്ട് അവർ പുറത്ത് പോകണം എന്ന രീതിയിൽ ഡിബേറ്റ് ചെയ്തുകൊണ്ട് ഒരുമിച്ച് നിന്നുകൊണ്ട് ഒരാളെ ടാർഗറ്റ് ചെയ്ത് പുറത്താക്കുക. അപ്പം ജാസ്മിനെയാണ് ആദ്യമേ എല്ലാവരും ടാർഗറ്റ് ചെയ്തത്. അപ്പം എല്ലാവരും പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞത് പുറത്ത് പോയി നോമിനേഷൻ വന്ന് നോക്കൂ. കാര്യം ഇവർ ജാസ്മിനും ഗബ്രിയും ഒരുമിച്ച് നോമിനേഷൻ വന്നിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഗബ്രി ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഗബ്രിയുടെ വോട്ട് കൊണ്ടാണ് ജാസ്മിൻ സേവ് ആയത് എന്ന രീതിയിലൊക്കെ പറഞ്ഞു. മാത്രമല്ല സ്ട്രോങ് ആണല്ലോ, വിശ്വാസം ഉണ്ടല്ലോ, അപ്പോൾ നിന്ന് നോക്കൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജാസ്മിൻ തന്നെ ടാർഗറ്റ് ചെയ്തു. ആ ഒരു ഇതിൽ ജാസ്മിൻ പുറത്തേക്ക് പോവുകയാണ് ചെയ്തത് കേട്ടോ. ഈ പറയുന്ന പോലെ ഭയങ്കരമായിട്ട് ജാസ്മിൻ എതിർത്തിയൊന്നുമില്ല കേട്ടോ. കാര്യം സാധാരണ ജാസ്മിൻ ഇതിങ്ങനെയൊക്കെ വല്ല ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് എതിർത്ത് അവിടെ ഒരു ഡിബേറ്റ് ചെയ്യും. പക്ഷേ വലുതായിട്ട് അങ്ങ് ജാസ്മിൻ എതിർത്തിയൊന്നുമില്ല. ഇവർ പറയുന്ന കേട്ട് കുറച്ചൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞിട്ട് പിന്നീട് അങ്ങ് പോവുകയാണ് ചെയ്തത്. ഓക്കെ എഗ്രി പറഞ്ഞ് പോവുകയാണ് ചെയ്തത്. അപ്പോൾ ആദ്യം തന്നെ ജാസ്മിനെയാണ് ഈ ഒരു ടാസ്കിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നത്. ഇനി ആരാണ് പുറത്താകുന്നത് നമുക്ക് നോക്കാം. മിക്കവാറും ജിൻഡപ്പനെ ആയിരിക്കാം. നമുക്ക് നോക്കാം പിന്നെ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാൻ രേഖപ്പെടുത്തണം. കൂടുതൽ ലൈവ് അപ്ഡേഷനുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും.